ഒരു കസ്റ്റമർ കൊമോറിൻ സോളാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ടു ഗിവ് ഹിം എ കൊട്ടേഷൻ, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കസ്റ്റമറിന്റെ സൈഡിൽ നിന്നും നമ്മൾ KCB ബില്ല് വാങ്ങും. ഈ KCB ബില്ലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി, 2 വീട്ടിലെ കണക്റ്റഡ് ലോഡ്, 3 എത്രയാണ് വീട്ടിലെ കൺസപ്ഷൻ യൂണിറ്റ്സ് എന്നുള്ളത്. ഇത് കൂടാതെ റൂഫ് ടൈപ്പ് ഏതാണെന്ന് കൂടെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അവർക്ക് റഫായ ഒരു കൊട്ടേഷൻ ഷെയർ ചെയ്യുകയും ചെയ്യും. ഈ കൊട്ടേഷൻ കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു സൈറ്റ് സർവേ ചെയ്യുകയും സൈറ്റ് സർവേയിലൂടെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഫൈനലായിട്ട് കൊട്ടേഷനായിട്ട് ഷെയർ ചെയ്യുകയാണ് കൊമോറിൻ സോളാർ ചെയ്യുന്നത്. സൈറ്റ് സർവേക്ക് മുന്നേ തന്നെ KCB ബില്ല് എന്തുകൊണ്ട് മാൻഡേറ്ററി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കസ്റ്റമർ പറയുന്നുണ്ട് കണക്റ്റഡ് ലോഡും ട്രാൻസ്ഫോമർ കപ്പാസിറ്റി അവർ നോക്കി എന്നുള്ളത്. എന്നാൽ കൂടിയും ആസ് എ വെണ്ടർ കൊമോറിൻ സോളാറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. വീട്ടിലെ കണക്റ്റഡ് ലോഡും ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയും ഉറപ്പുവരുത്തുക എന്നുള്ളത് കൊമോറിൻ സോളാറിന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് ബില്ല് ഷെയർ ചെയ്യാൻ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഉടൻ തന്നെ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ കൊമോറിൻ സോളാറിനെ കോൺടാക്ട് ചെയ്യും.